ഗായ്സ്, നമ്മുടെ തമിഴ്നാട് CM സി ജോസഫ് വിജയുടെ നമ്മുടെ തലപതിയിലെ ലാസ്റ്റ് മൂവിയായ ജനനായകൻ റിലീസായിട്ടുണ്ട്. ഒത്തിരി നാളുകൾക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം റിലീസായ മൂവിയാണ്. മൂവി എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു മൂവിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട എല്ലാ നായിൻ്റെ മക്കൾക്കും എൻ്റെ നടുവിരൽ നമസ്കാരം. I could do this all day, I could do this all night, all month, all year for my. ഓക്കെ, ഈ മൂവി ഏതിൻ്റെയൊക്കെയോ ഫസ്റ്റ് ഹാഫ് ഉണ്ടെന്ന് പറയുന്നത് ഭഗവത് കേസരി എന്ന് പറയുന്ന മൂവിയിലാണ്. ആ കേസരി ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊരു ഫ്രഷ് മൂവിയാണ്. ഭഗവത് കേസരി ഏത് ലാംഗ്വേജിൽ ഇറങ്ങിയ മൂവി? ഭഗവത് കേസരി നമുക്ക് നോക്കാം. ആ ബെസ്റ്റ് ബാലയ്യയുടെ മൂവി. ഇതൊക്കെ മലയാളികളിരുന്ന് കാണുമടേ. ഔട്ട് ഓഫ് 10 5.7 റേറ്റിംഗ് ഉള്ള മൂവി അതാണ് ഭഗവത് കേസരി. മേ ബി അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഞാൻ ആ പടം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിതൊരു ഫ്രഷ് മൂവിയായിരുന്നു. മൂവി എന്തായാലും ഫസ്റ്റ് ഹാഫ് സൂപ്പർ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം. ഒരു ബോറിങ്ങും ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് വരുമ്പം സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേ കിട്ടില്ല സംഭവമുണ്ട്. അതായത് നമ്മൾ സെക്കൻഡ് ഹാഫ് ഇൻട്രോവെല്ലിൽ കഴിഞ്ഞ് വരുമ്പോഴാണ് വിജയുടെ പാസ്റ്റ് ഹിസ്റ്ററീനെ പറ്റിയുള്ള കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കിഡില്ല ഒരു സ്റ്റോറിയാണ്. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മോഡേൺ സംഭവങ്ങൾ, അതായത് നമ്മൾ എന്തിരൻ മൂവിയിലൊക്കെ കണ്ട പോലെ കുറച്ച് റോബോട്ടിക് സംഭവങ്ങളും കുറച്ച് ടെക്നോളജി പരമായ സംഭവങ്ങളും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ റീസൺ ഈ മൂവിയിൽ ഒരു പരിധി വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ട് കാണിക്കുന്നു, എന്തുകൊണ്ടാണ് ഡ്രോൺ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ളത്. സോ അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലാണ് അതുകൊണ്ട് തന്നെ എൻഡ് ചെയ്യുന്നത്. ഫുൾ ടെക്നോളജി പരമായിട്ട് കുറച്ചുള്ളൊരു യുദ്ധം, RC വാർ എന്നൊക്കെ പറയും. ആ ഒരു സംഭവമാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ എൻഡിങ്ങിൽ കൊണ്ടുവരുന്നത്. അത് പലരും നോട്ട് ചെയ്യണം. നമ്മൾ ഈ ഡ്രോണൊക്കെ അനാവശ്യമായി എവിടെന്നെങ്കിലുമൊക്കെ ചൈനീസോ പാകിസ്ഥാനോ ഏതെങ്കിലും കൺട്രിയിൽ നിന്നൊക്കെ വരുത്തിച്ചായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നെങ്കിൽ പണി കിട്ടും, എട്ടിൻ്റെ പണി കിട്ടും. അത് ഈ മൂവിയിൽ കാണിക്കും. അതുകൊണ്ട് ആ ഒരു റെസ്ട്രിക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ അതൊക്കെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ക്ലൈമാക്സ് ആണ്. പിന്നെ നമുക്കിനി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരും നോക്കാം. അഭിനയിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ തളപതി വിജയ് കിട്ടില്ലോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ പടം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മാസ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു മൂവിനെ പറയും. നല്ല സ്വാഗിൽ പുള്ളി ടിപ്പിക്കൽ സ്വാഗുള്ളൊരു മൂവി തന്നെയാണ്. അതെന്തായാലും പറയാം. പുള്ളിയുടെ ലാസ്റ്റ് മൂവിയാണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ലെവൽ സ്വാഗ്, ഒരു ഓഡിയൻസ് ലെവല് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിട്ടുന്ന നടനാണ് വിജയ് എന്ന് പറയുന്നത്. സോ വി വിൽ മിസ് ഹിം ഓൺ ദി ബിഗ് സ്ക്രീൻ. സോ പറഞ്ഞ കാര്യമില്ല, പുള്ളി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവാം. അപ്പം വിജയ് പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ പുള്ളി തകർത്തിട്ടുണ്ട്. ഇനി വില്ലൻ വരുന്നത് ബോബി ഡിയോളാണ്. പുള്ളിക്കൊക്കെ കിഡിലോ ഒരു ഇൻട്രോ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കിഡിലും BGM, കിഡിലായിട്ടുള്ളൊരു ഇൻട്രോ ഷോട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോബി ഡിയോൾ ഭയങ്കര കിഡിലോ ആയിട്ടാണ് ഇതിലെ ഒരു വില്ലൻ റോള് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തു പറയാ, H2H എന്ന് പറയത്തില്ലേ, വില്ലനും ഹീറോയിനും, ആ ഒരു ലെവലിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ട്രസ് പൂജ ഹെഗ്ഡെയാണ്. പിന്നെ നമ്മുടെ മലയാളത്തിലെ മമിത ബൈജു നല്ലൊരു ക്യാരക്ടർ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഈ ഒരു ഏജിൽ വിജയുടെ കൂടെ അഭിനയിക്കാൻ, അതും ഇത്രയും നല്ലൊരു റോളിൽ പുള്ളിക്കാരിക്ക് വിജയുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയത് പുള്ളിക്കാരിയുടെ വലിയൊരു ഭാഗ്യമാണ്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് മമിത ബൈജു എയറിൽ പോവും. കാര്യം എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരി നല്ല കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് അത് എയറാവും, ക്ലിക്കാവും. പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല ഫുൾ ടൈം റോളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്ലൈമാക്സിൽ വിജയമായിട്ട് ഒരു ഫൈറ്റ് സീന്, വിജയ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, വിജയും ഒപ്പം ചേർന്ന് വില്ലനുമായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ കിഡിലോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മമിത. സോ നമ്മുടെ മലയാളത്തിലെ അഭിമാനമാണിത്. പിന്നെ മറ്റൊരു ആക്ടർ പ്രകാശ് രാജ്. പുള്ളിയുടെ കാര്യം, പുള്ളി റിയൽ ലൈഫിൽ ഈ വിജയ് പൊളിറ്റിക്സുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ വന്നപ്പോൾ വേറൊരു രീതിയാണ്. എന്തായാലും കൊള്ളാം. പുള്ളി ഒരു നല്ലൊരു വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഗൗതം മേനോനുണ്ട്, ഗസ്റ്റ് റോളാണ്, വളരെ ചെറിയ റോൾ. പിന്നെ മലയാളത്തിൽ നിന്ന് വീണ്ടും പ്രിയാമണി ആക്ട്രസ്, ഗസ്റ്റ് റോളല്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നരയൻ ആക്ടർ നമ്മുടെ മലയാളത്തിൽ, പുള്ളിക്കാരന് ഒരു ഗസ്റ്റ് റോൾ ടൈപ്പാണ്, അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എല്ലാവരും നല്ല കിഡിലുമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടം. ഇതിൻ്റെ ഡയറക്ടർ H. വിനോദ് എന്ന് പറയുന്ന പുള്ളിയാണ്. പെർഫെക്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. ഒരു ലാഗോ ഒരു ബോറിങ് അടിക്കുന്ന സംഭവങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലീനായിട്ട് നല്ല ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ വെങ്കട്ട് കെ നാരായണ KVN, പുള്ളീനെ ഒരു സോങ്ങിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വരുന്നത്. പിന്നെ മ്യൂസിക് പറയണ്ട, തമിഴിൽ മ്യൂസിക് ആരാണെന്ന് വെച്ചാൽ അനിരുദ്ധ്, പറയണ്ട അതിലൊന്നും. നല്ല BGM, നല്ല സോങ്സ്. ഇതിൽ സോങ്സ് എടുത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കൊന്ന് സെക്കൻഡ് സോങ് ആണെന്ന് തോന്നുന്നു. ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. മേ ബി CGI ബാക്ക്ഗ്രൗണ്ട് വല്ലതും ആയിരിക്കാം. ഷാഡോ ഇല്ല ആൾക്കാർക്ക്. അത് ഒരു സൺലൈറ്റിൻ്റെ സംഭവം കാണിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചു. എന്തിനാണ് അത് ഒരാവശ്യം. അപ്പം പെർഫെക്റ്റായിട്ട് നമ്മുടെ തളപതി വിജയ്ക്ക് നല്ലൊരു എൻഡിങ്ങോട് കൂടിയ ഒരു മൂവിയാണ് ഈ ഒരു ജനനായകൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ഉണ്ട് ഈ മൂവിയിൽ, പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നില്ല. പുള്ളി എന്താണോ റിയൽ ലൈഫിൽ പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഈ മൂവിയിലുണ്ട്. സോ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂവി ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യാതിരുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം പുള്ളി പറയുന്ന ഓരോ വാക്കുകളും പുള്ളി റിയൽ ലൈഫിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് പൊളിറ്റിക്സ് അങ്ങനെ ആയിരിക്കണം. എനിക്ക് പൊളിറ്റിക്സ് വലിയ താല്പര്യമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ബട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന ആ സിനിമയിൽ പറയുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം വരത്തുള്ളൂ. നന്നായിട്ട് ജീവിക്കണം, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെയാണ് ജനനായകൻ മൂവി എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പടം. കുറേ റിവ്യൂവേഴ്സ്, കുറച്ച് റിവ്യൂ ഞാൻ കണ്ട്. അതിൽ പകുതി പേര് എന്തൊക്കെയോ നെഗറ്റീവ്. എന്തിനാണ് നെഗറ്റീവ് ഇങ്ങനെ പറയുന്നത്? നല്ലൊരു മൂവി. നിങ്ങൾ തിയേറ്ററിൽ പൈസ കൊടുത്ത് 250 രൂപ 300 രൂപ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി കണ്ടാലും വെർത്താണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആ 3 മണിക്കൂർ, ഈ മൂവിയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. നിങ്ങൾ അത് പോകുന്ന ടൈമേ അറിയത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. ഓരോ സീക്വൻസും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, നന്നായിട്ടിരുന്ന് കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് പോവുക, കുട്ടികളുമായിട്ട് പോവാം. വേറെ വയലൻസ് അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വിജയുടെ ആ ഒരു സ്വാഗും സംഭവങ്ങളൊക്കെ. കൈയടിക്കാനും വിസിലടിക്കാനും പറ്റുന്ന കുറേ സ്ഥലങ്ങൾ ഈ മൂവിയിലും ഉണ്ട് വിജയ് ഫാൻസിന്. വിജയ് ഫാൻസ് അല്ലാത്തവരും കൈയടിച്ച് പോവും. എനിക്കും കൈയടിക്കാൻ തോന്നും. ഞാൻ വിജയ് ഫാനൊന്നുമില്ല, ബട്ട് കൈയടിക്കാൻ തോന്നും. കാരണം അത്ര നല്ലൊരു സ്വാഗിൽ ചെയ്തൊരു പടമാണ് ജനനായകൻ. നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയും. ഔട്ട് ഓഫ് 10 ഞാൻ ഈ മൂവിക്ക് 8.5 റേറ്റിംഗ് കൊടുക്കുകയാണ്. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം. പോയിരുന്ന് ഞാൻ നൈറ്റ് ഷോ ഒക്കെയാണ് പോയത്. എനിക്ക് ഒന്നും തോന്നിയില്ല, ബോറൊന്നും അടിച്ചില്ല. നല്ല ഇൻട്രസ്റ്റിങ്ങോടുകൂടി ഉറക്കം പോലും വരാണ്ടിരുന്ന് കണ്ടു. നല്ലൊരു പടം. സോ നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ വാച്ച് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവർക്ക് ആദ്യം പറഞ്ഞ സംഭവം തന്നെ, നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഈ മൂവിയുടെ ബാക്കിൽ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവർ ആ കാണിക്കുന്ന ഓരോ ഷോട്ടിൽ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ പറയുന്ന സ്റ്റോറി അവർ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് വന്നതും അല്ല അഭിനയിച്ചിരിക്കുന്നവരും അത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നത്? സോ നെഗറ്റീവ് പറയുന്നവർ പ്ലീസ് നിങ്ങൾ പടങ്ങൾ കാണില്ല. നിങ്ങൾ നെഗറ്റീവ് പറയാനുള്ള പടങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ എല്ലാവരും പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. വീക്കെൻഡാണ് വരുന്നത്. വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യും. നല്ലൊരു പടം ജനനായകൻ. നമുക്ക് പുള്ളീനെ ഇനി ബിഗ് സ്ക്രീനിൽ കിട്ടുമോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. ബട്ട് ആസ് ഓഫ് നോ ഇതാണ് പുള്ളിയുടെ ലാസ്റ്റ് മൂവി. അതെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ആ ഒരു ഫീൽ കിട്ടണം. മേ ബി പുള്ളിയുടെ പഴയ മൂവീസ് റിലീസ് ആയിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു പടം ഇനി നമുക്ക് ഉടനെ ഒന്നും കാണാൻ പറ്റത്തില്ല. മേ ബി കാണില്ലേ ആയിരിക്കാം. സോ മസ്റ്റായിട്ട് എല്ലാവരും പോയി തിയേറ്ററിൽ വാച്ച് ചെയ്തോളൂ. ജനനായകൻ മൂവി സൂപ്പർ പടം. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം ഗൈസ്. ബൈ.